ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റാഗിയുടെ പുട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ റാഗിയൊക്കെ നന്നായിട്ട് കഴുകി നീറ്റായിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ക്വാളിറ്റിയുള്ള റാഗിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എങ്ങനെയാണെങ്കിലും റാഗിയിൽ ഒരുപാട് ചെളി ഉണ്ടാവും. നമ്മൾ 8, 10, 15 തവണയൊക്കെ കഴുകി വെള്ളം അത്രയും തെളിഞ്ഞതിന് ശേഷമാണ് നമ്മൾ റാഗി എടുക്കുക കേട്ടോ. കാരണം അല്ലെങ്കിൽ ചെളി ഉണ്ടാവും. അപ്പോൾ അത്രയും നന്നായിട്ട് റാഗി കഴുകണം. അപ്പോൾ റാഗിയുടെ ഗുണങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ. നമ്മൾ മലയാളികൾക്ക് ഏറ്റവും അറിയുന്നതാണ് കുട്ടികൾക്ക്. കാരണം നമ്മൾ ഫസ്റ്റ് ഫുഡായിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നതാണ് റാഗി എന്ന് പറയുന്നത്. നമ്മുടെ കുന്നംകായപ്പൊടി അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കൊടുക്കുന്നതാണ് റാഗി എന്ന് പറയുന്നത്. അപ്പോൾ റാഗിക്ക് അത്രയും ഗുണമുണ്ട്. റാഗി എന്ന് പറയുന്നത് കാൽസ്യത്തിൻ്റെയും അയണിൻ്റെയും ഒക്കെ ഒരു കലവറ തന്നെയാണ്. അപ്പോൾ നമുക്ക് കാൽസ്യം കൊണ്ട് നമുക്കറിയാമല്ലോ എന്തൊക്കെ ഗുണങ്ങളല്ലേ. നമ്മുടെ എല്ലുകൾക്കും പേശികൾക്കൊക്കെ ബലം കിട്ടാനും പിന്നെ അതുപോലെ തന്നെ അയൺ റിച്ചാണ്. അയൺ റിച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഹീമോഗ്ലോബിൻ ഡെഫിഷ്യൻസിനെയൊക്കെ ഓവർകം ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ റാഗി കൊണ്ട് നമുക്ക് പല രീതിയിലുള്ള ഐറ്റംസ് ഉണ്ടാക്കാം കേട്ടോ. ദോശ, പുട്ട്, നമ്മൾ റെഗുലറായിട്ട് അരി കൊണ്ട് ഉണ്ടാക്കുന്ന എല്ലാ ഫുഡുകളും നമുക്ക് റാഗി കൊണ്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റാഗിയിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ഈ ഫൈബർ അടങ്ങിയത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാടായിട്ട് വിശപ്പ് തോന്നത്തില്ല. നമ്മളത് കഴിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ വയറ് നിറയും. അതുകൊണ്ട് ഒരുപാട് വിശപ്പ് തോന്നത്തില്ല. അതുപോലെ തന്നെ മലബന്ധം ഉണ്ടാകത്തില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡയറ്റ് നോക്കുന്നവർക്ക് ബെസ്റ്റായിട്ട് ഏതെങ്കിലും ഒരു നേരത്തെ നമ്മുടെ ഫുഡിൽ റാഗിയുടെ പുട്ടോ റാഗിയുടെ ദോശയോ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അതായത് അരി ആഹാരത്തിന് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ റാഗിയിലുള്ള അയൺ, കാൽസ്യം, വൈറ്റമിൻസ് എല്ലാം ബോഡിയിലോട്ട് ചെല്ലും. നമ്മുടെ ബോഡിയിലേക്ക് ആവശ്യമായിട്ടുള്ള മിനറൽസ്, അമിനോ ആസിഡ്സും എല്ലാം ലഭിക്കും. അതുമാത്രമല്ല നമുക്ക് തടി കുറയാൻ സാധിക്കും. അതുപോലെ തന്നെ വയറ് കുറയ്ക്കാൻ നോക്കുന്നവർ, അതുപോലെ തന്നെ ഷുഗർ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നവർ, അതുപോലെ തന്നെ നമ്മുടെ പൊണ്ണത്തടി കുറയ്ക്കാൻ നോക്കുന്നവർ, പിന്നെ അതുപോലെ തന്നെ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാൻ നോക്കുന്ന ഇത്തരം ആളുകൾക്കെല്ലാം റാഗി ഒരു നേരം ഉപയോഗിക്കുന്നത് നല്ലതാണ്. കുട്ടികൾക്ക് കുറുക്കുണ്ടാക്കി കൊടുക്കുന്ന ആളുകളുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് മുതിർന്നവർക്കും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ റാഗി പുട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. റാഗി ദോശ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചാനലിൽ ഇട്ടിട്ടുണ്ട്, കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ വുമൺ ടു ഫ്ലൈയുടെ ദോശ മിക്സൊക്കെ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ വുമൺ ടു ഫ്ലൈയുടെ റാഗിയുടെ റാഗി പുട്ടുപൊടി നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഇന്നിപ്പോൾ റാഗി പുട്ടാണ്. അപ്പോൾ മെജോറിറ്റി ദിവസങ്ങളിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഹെൽത്തി പ്രോഡക്റ്റ്, റാഗിയോ അല്ലെങ്കിൽ മില്ലറ്റ്സോ അതല്ലെങ്കിൽ ചിൽക്കട്ട് ഓട്സോ അങ്ങനെ ഏതെങ്കിലും ഒരു ഹെൽത്തി പ്രോഡക്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ അരീനെ കംപ്ലീറ്റ്ലി ഒഴിവാക്കിയിരിക്കുക കേട്ടോ. അരീനെ ഫുള്ളായിട്ട് നമ്മൾ ഒഴിവാക്കി പകരം ഏതെങ്കിലും ഒരു ഹെൽത്തി പ്രോഡക്റ്റാണ് നമ്മൾ മോർണിംഗ് ആണെങ്കിലും ഈവനിങ് ആണെങ്കിലും ഒക്കെ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പുട്ട് റെഡി ആയിട്ടിട്ട് റാഗി പുട്ട് നല്ല സോഫ്റ്റാണ്. നല്ല സോഫ്റ്റ് പുട്ടാണ് റാഗി പുട്ട്. പാകത്തിന് നല്ല ഇളം ചൂടുവെള്ളത്തിൽ നനച്ചെടുത്തിട്ടുണ്ടെങ്കിൽ സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് കിട്ടും.